ഒരു നാടിൻ്റെ വികസനത്തിൽ ദൈവത്തിന് എന്ത് പങ്കാണുള്ളത്? ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന വിശേഷണത്തിന് അർഹമായ നമ്മുടെ കേരളത്തിൽ അക്കാര്യം വട്ടപൂജ്യമാണെങ്കിൽ, ചെകുത്താന്മാരുടെ നാട് എന്ന് പ്രബുദ്ധ മലയാളികൾ കളിയാക്കി വിളിക്കുന്ന ഉത്തർപ്രദേശ് അതേ ദൈവത്തെ കൊണ്ട് അളവില്ലാതെ ഐശ്വര്യവും സമൃദ്ധിയും നേടുകയാണ്. വാരണാസിയും പ്രയാഗ്രാജും അടക്കമുള്ള രാജ്യത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പുണ്യ നഗരങ്ങൾക്കൊപ്പം വർഷങ്ങൾ നീണ്ട വനവാസത്തിനൊടുവിൽ അയോധ്യയിലേക്ക് സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ തിരികെ എത്തിയപ്പോൾ ആ നാട് സമാനതകളില്ലാത്ത നേട്ടങ്ങളാണ് നേടുന്നത്. 2023 ഏറ്റവും കൂടുതൽ ആഭ്യന്തര സഞ്ചാരികൾ സന്ദർശിച്ച സംസ്ഥാനം ഉത്തർപ്രദേശാണ്. കൃത്യമായി പറഞ്ഞാൽ 31,85,62,573 ആഭ്യന്തര സഞ്ചാരികളാണ് കഴിഞ്ഞ വർഷം യുപിയിലേക്ക് എത്തിയത്. അതിൽ തന്നെ 5.76 കോടി ജനങ്ങളാണ് അയോധ്യ സന്ദർശിച്ചത്. 8.55 കോടി ആളുകൾ കാശിയിലേക്കെത്തി. 2022 അപേക്ഷിച്ച് ഏതാണ്ട് ഇരട്ടിയോളം സഞ്ചാരികളാണ് അയോധ്യയിലേക്ക് മാത്രം എത്തിയത്. അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടക്കുന്നതിന് മുൻപ്, അതായത് 2022 വെറും 1465 വിദേശ സഞ്ചാരികൾ മാത്രമാണ് അവിടേക്ക് എത്തിയത്. എന്നാൽ 2023 8468 വിദേശ സഞ്ചാരികൾ അയോധ്യയിലെത്തി. ഉത്തർപ്രദേശിൽ മുഴുവൻ നോക്കിയാൽ 6.5 ലക്ഷത്തോളം വിദേശ സഞ്ചാരികളാണ് 2023 മാത്രം എത്തിയത്. ആഭ്യന്തര സഞ്ചാരികളുടെ എണ്ണത്തിൽ ഇന്ത്യയിൽ തന്നെ ഒന്നാമത് നിൽക്കുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് എന്നിരിക്കെ, വിദേശ സഞ്ചാരികളുടെ എണ്ണത്തിൽ ഗുജറാത്തിനാണ് ഒന്നാം സ്ഥാനം. 1.78 മില്യൺ വിദേശ സഞ്ചാരികളാണ് കഴിഞ്ഞ വർഷം ഗുജറാത്തിലേക്ക് എത്തിയത്. ഈ പട്ടികയിൽ മഹാരാഷ്ട്രയ്ക്കും പശ്ചിമ ബംഗാളിനും ഡൽഹിക്കും പിന്നിൽ 5ാം സ്ഥാനത്താണ് ഉത്തർപ്രദേശ്. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം വിദേശ സഞ്ചാരികൾ കൂടുതലായി സന്ദർശിച്ചിരുന്നത് താജ്മഹലും ആഗ്രയും കുത്തബ് മിനാറും ഫത്തേപൂർ സിക്രിയും ഒക്കെ ആയിരുന്നുവെങ്കിൽ, ഇന്ന് അയോധ്യയിലേക്കും വാരണാസിയിലേക്കുമൊക്കെ ലോകമൊഴുകുന്നു. ആഭ്യന്തര സഞ്ചാരികളും അങ്ങനെ തന്നെ. ഈ ഒഴുക്ക് അതാത് സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക വളർച്ചയെയും കാര്യമായി സ്വാധീനിക്കുന്നു. ഈ സാമ്പത്തിക വളർച്ചയിൽ GST വരുമാനത്തിലും വലിയ മുന്നേറ്റമാണ് UP കൈവരിക്കുന്നത്. GST വരുമാന പട്ടികയിൽ മഹാരാഷ്ട്രയ്ക്കും കർണാടകയ്ക്കും പിന്നിൽ മൂന്നാമതുള്ള UP മുൻ വർഷത്തെ അപേക്ഷിച്ച് 19% വളർച്ചയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം 5ാം സ്ഥാനത്തായിരുന്ന പട്ടികയിൽ 3ാം സ്ഥാനത്തേക്ക് ഉത്തർപ്രദേശ് കടന്നു വന്നിരിക്കുന്നു. അതേസമയം ആദ്യ 10 പോലും കേരളത്തിന് സ്ഥാനമില്ല എന്നത് സത്യമാണ്. അങ്ങനെ വലിയൊരു സാമ്പത്തിക വളർച്ചയാണ് ഉത്തർപ്രദേശ് കൈവരിക്കുന്നത്. ഭരിക്കുന്ന പ്രസ്ഥാനം ഏതെന്ന് നോക്കി മുങ്ങുന്ന കപ്പലിലിരുന്ന് കളിയാക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രബുദ്ധ മലയാളികൾ. പ്രതിമ കൊണ്ട് പട്ടിണി മാറുമോ എന്ന് ചോദിച്ചവരുടെ മുന്നിൽ പ്രതിമ കൊണ്ടും പട്ടിണി മാറ്റാം എന്ന് കാണിച്ചു കൊടുത്ത ഭരണാധികാരികളുള്ള നാടാണ് ഇന്ത്യ. ഗുജറാത്തിലെ നർമ്മദ നദിക്കരയിൽ 2018 ഒക്ടോബർ 31 പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനാച്ഛാദനം ചെയ്ത സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ഏകതാ പ്രതിമ ഇന്ന് ഗുജറാത്തിൻ്റെ ടൂറിസം വരുമാനത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്നു. 2023 മാത്രം 50 ലക്ഷത്തിന് മുകളിൽ സഞ്ചാരികളാണ് പ്രതിമ സന്ദർശിച്ചതെന്നാണ് ഔദ്യോഗിക കണക്കുകൾ. നിർമ്മാണം പൂർത്തിയായി ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് തന്നെ 1,75 ലക്ഷം സഞ്ചാരികൾ ഇവിടേക്കെത്തി. 400 കോടി രൂപയ്ക്ക് മുകളിലാണ് ടിക്കറ്റ് വരുമാനത്തിലൂടെ മാത്രം ഗുജറാത്ത് സർക്കാർ കൈവരിച്ചത്. ഇതോടെ പ്രതിമ കൊണ്ട് പട്ടിണി മാറുമോ എന്ന് ചോദിച്ചവരുടെയൊക്കെ വായ അടഞ്ഞിരിക്കുന്നു. അതേപോലെ തന്നെയാണ് അയോധ്യയും. ചിലരുടെ ഭാഷയിൽ പറഞ്ഞാൽ പള്ളിപ്പറമ്പിലേക്ക് രാമൻ എത്തിയപ്പോൾ ആ നാടിൻ്റെ മുഖഛായ തന്നെ മാറിമറിയുന്നു. വിമാനത്താവളവും റെയിൽവേ സ്റ്റേഷനും തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത വികസന പ്രവർത്തനങ്ങളാണ് ശ്രീരാമചന്ദ്രൻ്റെ ജന്മനാട്ടിലേക്ക് രാംലല്ലക്കൊപ്പം എത്തിയത്. എന്തായാലും വർഷങ്ങളായി മൂടിക്കിടന്ന തമസ്സൊക്കെ മാറ്റി അയോധ്യ നഗരവും ഉണർന്നിരിക്കുന്നു. ആ വെളിച്ചത്തിൽ ഭാരതവും നേട്ടങ്ങൾ കൊയ്യും എന്ന ഉറപ്പ് തന്നെയാണ്.